നമസ്കാരം. അടിമുടി ദുരൂഹമാണ് കീബോർഡിസ്റ്റ് രഞ്ജു ജോണിന്റെ തിരോധാനം. ഇതുവരെ കേട്ടതൊന്നുമല്ല രഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തി കലാകാരന്റെ കുടുംബം രംഗത്തെത്തി. രഞ്ജു നെയ്യാറ്റിൻകരയിലാണ് കുറെ കാലമായി താമസിക്കുന്നതെങ്കിലും കോട്ടയം എറഞ്ഞാൽ സ്വദേശിയാണ്. ആലപ്പുഴയിലെ പരിപാടിക്ക് ശേഷം നെയ്യാറ്റിൻകരയിലേക്ക് പുറപ്പെട്ട രഞ്ജുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെ ചൊല്ലി മാതാപിതാക്കൾക്കും വിവരമൊന്നുമില്ല. രഞ്ജുവിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നതായാണ് സുഹൃത്തുക്കൾ നൽകുന്ന സൂചന. അടുത്ത സമയത്ത് രഞ്ജുവിനെ പ്രോഗ്രാമിനിടയിൽ നിന്നും ഒരാൾ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു അത്രേ. മറ്റൊരിക്കൽ വീട്ടിൽ പൂട്ടിയിട്ടിരുന്നതായും ഇവർ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇതിനിടെ സാമ്പത്തികപരമോ കുടുംബപരവുമായ യാതൊരു പ്രശ്നവും രഞ്ജുവിന് ഇല്ലെന്നാണ് ഭാര്യ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. അതേസമയം പണം എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്ന രഞ്ജുവിനെ പണസമ്മതമായി ആരോ തട്ടിക്കൊണ്ടുപോയതാവുമെന്ന് സംശയിക്കുന്നതായും ഭാര്യയുടെ പരാതിയിലുണ്ട്. വലിയൊരു സുഹൃത്ത് വലയത്തിനുടമയായ രഞ്ജുവിന് സ്വയം മാറി നിൽക്കാൻ കഴിയില്ലെന്നാണ് അടുപ്പമുള്ളവരുടെ വെളിപ്പെടുത്തൽ. കാണാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും രഞ്ജുവിനെ പറ്റി ഒരു വിവരവും ലഭിക്കാത്തത് ഏറെ ദുരൂഹമാണ്. സംഗീത രംഗത്തെ വലിയൊരു പ്രതിഭയായ രഞ്ജുവിൻ്റെ മടങ്ങിവരവിനായുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ എല്ലാ മലയാളികളും. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് സർവരെയും ഞെട്ടിച്ച് രഞ്ജുവിനെ കാണാതാവുന്നത്. 2-ാം തീയതിയും എറഞ്ഞാലിലെ വീട്ടിലേക്ക് രഞ്ജുവിൻ്റെ ഫോൺ എത്തിയിരുന്നു. ആലപ്പുഴയിലെ പ്രോഗ്രാം സ്ഥലത്തു നിന്നും നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോയ രഞ്ജുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഞാൻ ഇങ്ങനെ വീട്ടിൽ വരാറില്ല. പരിപാടിക്കുന്ന കൂട്ടുകാരുടെ വീടുകളിലൊക്കെ താമസിക്കുന്നത്. എന്നിട്ട് ജൂൺ 2-ാം തീയതി ലാസ്റ്റ് ഞങ്ങൾ അച്ഛനും ചാച്ചനും അമ്മയും കാണുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു വിവരവും ഇല്ല. എവിടെയാണ്? 9 ദിവസമായി. ഇനി അവനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടും. പരാതിപ്പെട്ടു.